ഇന്നൊരു കിടിലം വീക്കെൻഡ് ആണ്. കൂട്ടത്തില് നല്ല അടിപൊളി വെതറും. കുറച്ച് ദിവസമായിട്ട് ഒരാള് ലൈറ്റ് പൊളിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഗൃഹപ്രവേശനം നടത്തിയിട്ടുണ്ട് കേട്ടോ. തൽക്കാലം അവൻ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇന്നത്തെ റീസ്റ്റോക്കിംഗ് പരിപാടിയൊക്കെ തുടങ്ങാം. അപ്കമിങ് വീക്കില് നമ്മൾ കുറച്ച് കലാപരിപാടികളൊക്കെ കാരണം കുറച്ച് ദിവസം വീട്ടിലുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഒരു കുട്ടി റീസ്റ്റോക്കിംഗ് മാത്രമേ നമുക്ക് ഇപ്രാവശ്യം ഉള്ളൂ. ഇപ്രാവശ്യം നമ്മുടെ കിച്ചണിലേക്ക് ഒരു പുതിയ മെമ്പറും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവനാണ് ദേ ഇവൻ. ഇതൊരു ഓയിൽ ഡിസ്പെൻസർ ആണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൽ നമുക്ക് സ്പ്രേ ചെയ്യാനും അല്ലാതെ തന്നെ ഒഴിക്കാനും ഒക്കെ പറ്റും. അപ്പൊ ഇതിന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് കേട്ടോ. കുറച്ചധികം പാലങ്ങോട്ട് പിരിഞ്ഞു പോയ സ്ഥിതിക്ക് അവനെ നമുക്ക് ഉറ ഒഴിക്കാൻ കയറ്റാം. പച്ചയും വെള്ളയും മാത്രം കണ്ട് ബോറടിച്ച സ്ഥിതിക്ക് ഇനി കുറച്ച് കളർഫുൾ ആക്കിയാലോ. കുറച്ച് തക്കാളി, കുറച്ച് നാരങ്ങ. ഈ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്കൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 സ്കൂപ്പ് ഓട്സ് ആഡ് ചെയ്യുക. പിന്നെ ദേ ഇതുപോലൊരു റോബസ്റ്റ പഴം അതിനകത്തേക്ക് ഇടുക. ഇനി കുറച്ച് പാല്, ഹണി, പിന്നെ 2 ഈന്തപ്പഴം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ആൽമണ്ടും കാഷ്യും വീട്ടിൽ തന്നെ പൊടിച്ച പൗഡറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വാനില എസൻസും. ഇനി ഇവനെ നമുക്ക് അങ്ങോട്ട് അടിച്ചെടുക്കാം. ഇനി ഒരു ക്ലീൻ ഗ്ലാസ് എടുക്കുക. നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് പോർ ചെയ്യുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ആഡ് ചെയ്യുക കേട്ടോ. ഹമ്പോ, കണ്ടപ്പോ തന്നെ ആ വിശപ്പിന്റെ വിളി വന്നു കേട്ടോ. ഒരു സ്പൂൺ ചിയാ സീഡ്സും കൂടെ ആഡ് ചെയ്ത് ഇനി അങ്ങോട്ട് കലക്ക്. ഇത് നിങ്ങൾക്ക് സോക്ക് ചെയ്തും അല്ലാതെയും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ദ ഫൈനൽ സ്റ്റെപ്പ്, അങ്ങോട്ട് കുടിക്കുക, ആസ്വദിച്ച് കുടിക്കുക. ഹോ, ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. വയറങ്ങടെ മൊത്തത്തിൽ തണുത്തു.